ഡോ എന്താ ഇത്? ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇനി എന്നാണ് ജോലി? നാളെ കഴിഞ്ഞോ? ഹലോ, രണ്ടെണ്ണം അടിക്കുന്നെന്ന്. ഏതാ സാധനം? ചെണ്ടയാ, പുറത്ത് രണ്ടടി അടിക്കുന്ന. എന്നെ മനസ്സിലായില്ല? ഇല്ല, അതെ. ഈ രൂപം ഭാവം ഒന്നും കണ്ടിട്ട് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. ഐ എം എ ഫേമസ് കൊറിയോഗ്രാഫർ. കുഞ്ഞപ്പൻ ടച്ച് റിവർ. കുഞ്ഞപ്പൻ ടച്ച് റിവർ. എന്താണ് ടച്ച് റിവർ? ടച്ച് റിവർ, തൊടുപുഴ. അതെന്റെ സ്ഥലമല്ലേ തൊടുപുഴ? അത് തൊടുപുഴ എന്ന് പറഞ്ഞ പോരെ? അപ്പൊ അശ്വതി ടച്ച് റിവർ എന്ന് പറഞ്ഞൂടെ? അശ്വതി തൊടുപുഴ എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ? എനിക്കൊരു നാണക്കേടായിട്ട് തോന്നുന്നില്ല. ആണല്ലേ? പക്ഷെ ഞങ്ങളെ പോലുള്ള ഫേമസ് കൊറിയോഗ്രാഫേഴ്സിന് അത് നാണക്കേടായിരിക്കും. മനസ്സിലായില്ലേ? എന്താ ഇവിടെന്താ വന്നേ? ഇവിടുത്തെ ഈ കോമഡി മസാല എന്ന് പറഞ്ഞ പ്രോഗ്രാം കുറെ കൂടെ ഗംഭീരമാക്കണം. അപ്പൊ നിങ്ങളെയൊക്കെ ഒന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ചതാണ്. ആര് ക്ഷണിച്ച്? ഞാൻ എന്നെ തന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. എന്തേ എന്നെ ക്ഷണിക്കുന്നതുകൊണ്ട് തനിക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റെപ്പുകളൊക്കെ കാണിച്ചില്ല. അതൊക്കെ എന്താണ്? അതൊക്കെ ഇവരെ പഠിപ്പിക്കാനാണോ വന്നത്? മൂന്നുപേരെ പഠിപ്പിക്കണം. നിങ്ങൾക്കൊന്നും ഡാൻസ് ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതിന് തനിക്ക് ഡാൻസ് അറിയാവോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ കാണിക്കണേ? അവിടുന്ന് ഇവിടെ നോക്കി ഇങ്ങനെ നടന്നു വരിക, നേരെ വരും. അല്ലെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണോ ഡാൻസ്? സംഭവം കറക്റ്റ് ആണ്. ആ ചേട്ടൻ പറഞ്ഞു. തനിക്ക് ഡാൻസ് അറിയാവോ? എനിക്ക് ഡാൻസ് അറിയാവുന്ന പാട്ടിട്, ഞാൻ കാണിച്ചു തരാം. പാട്ടിട്ടാരെ ഒരു പാട്ടിട്ടാരെ. ഇതെന്താണ്? എന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ കഴിഞ്ഞ ദിവസം കളിച്ചപ്പം ഞാൻ ഊട് പാടവൻ എടുത്തിട്ട് അടിച്ചു. എനിക്കിഷ്ടമല്ലേ ഈ സ്റ്റെപ്പുകൾ. നിങ്ങൾ ഈ സ്റ്റെപ്പിനെ ഒരിക്കലും പുച്ഛിച്ച് തള്ളരുത്. വർഷങ്ങൾക്ക് മുമ്പുള്ള സ്റ്റെപ്പല്ലേ ഇതൊക്കെ? മിസ്റ്റർ നെൽസൺ ശൂരനാട്ടോ ആവശ്യമില്ലാത്ത വർത്താനം പറയും. നമുക്ക് ഏത് വേദികൾ, ഏത് ഷോയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സ്റ്റേജില്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെപ്പോലുള്ളവർ, ഞാനല്ല, നിങ്ങളെപ്പോലുള്ളവർ അത് ഡാൻസ് സ്റ്റേജിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന സമയത്ത് മുട്ട, തക്കാളി, മണ്ണ്, കല്ല് തുടങ്ങിയ സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലും ഈ സ്റ്റെപ്പുകൾ നമ്മൾ കാണിക്കുന്നത്. ഇതാ ഈ വിടവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതവനാണ് എറിഞ്ഞത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് കല്ലും മണ്ണൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ആ സമയത്ത് ഇതുവഴി അങ്ങ് പോകും. അതുകൊണ്ടൊന്നും അറിയാത്ത ഈ തലയിൽ എന്താ ഇങ്ങനെ കിട്ട്? ഏതാ തല ഒരു ഇത് നമ്മൾ ആ തലക്കേറിയ അഥവാ ഈ സ്റ്റെപ്പ് കാണിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, കാരണം സ്റ്റെപ്പ് തെറ്റിയാൽ ഇവിടെ വന്ന് കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു വൈറ്റ് റിബൺ നമ്മളെപ്പോഴും കെട്ടിയിരിക്കും. ഇപ്പൊ റെഡ് ആണല്ലോ. എനിക്ക് കുറെ പ്രോഗ്രാം ഉണ്ട്. അത് കുറെ പ്രോഗ്രാം ഉണ്ടെന്ന് ആ ഷർട്ടൂടെ കണ്ടപ്പോ മനസ്സിലായില്ലേ? നല്ല വെള്ള ബനിയാനായിരുന്നു. ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നല്ലേ? കുറെ പ്രാവശ്യമായിരുന്നു അത് സംഭവിച്ചത്. നമ്മളൊരു പെട്ടെന്നൊരു പാട്ടിട്ടാൽ ഡാൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ പെട്ടെന്നൊരു പാട്ടിട്ടാൽ പെട്ടെന്ന് സ്റ്റെപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫേമസ് കൊറിയോഗ്രാഫറായ കുഞ്ഞപ്പൻ ടച്ച് റിവറിനോട് ചോദിക്കുന്നു, പെട്ടെന്നേ ഇനി സംസാരിക്കണ്ട, പെട്ടെന്നേ പാട്ടിടെ. മധുവിനെ കാണിക്കാന്ന്. ഇട്ട പാട്ട് എന്തുവാ? മധുമതി. അതെന്തോ നിർബന്ധം പോലെ മധുമതി എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് ഡാൻസുകാരും മധുനെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മധു അല്ലാതെ പിന്നെ ജയം ചെയ്യാൻ പറ്റുമോ? എനിക്ക് ജയം മതി എന്ന് പറഞ്ഞാൽ പിന്നെ ജയം ചെയ്യേണ്ടി വരും. അതിന്റെ ആവശ്യമില്ലല്ലോ. മധുമതി എന്ന് നിങ്ങളല്ലേ പറഞ്ഞു? എന്റെ ചേട്ടാ, ഇതൊന്നും അല്ലാണ്ട് എന്തെങ്കിലും വെറൈറ്റി ഡാൻസ് ചെയ്യാറുണ്ടോ? വെറൈറ്റി ഡാൻസ് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണത്.
ഫയർ ഡാൻസ് ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടോ? ഫയർ ഡാൻസ് അടിപൊളി. ആ അതാണ് ഞങ്ങൾ അംഗീകരിക്കാം. ഓക്കെ 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 ഫയർ ഡാൻസ്. ഈ പുള്ളിയെല്ലാം I'm ready. പ്രിപ്പയർഡ് ആണ് കേട്ടോ. ഫയർ ഡാൻസ്. ഞാൻ എല്ലാ പ്രോപ്പർട്ടീസ് ആൾറെഡി. ആ ഓക്കെ. ഫയർ ഡാൻസ്. ശരി ശരി. ഓക്കെ. ഞെട്ടരുത്, ചിലപ്പോൾ അവിടെ ഒന്ന് ഊതും, എന്നെ പോലെ കരിഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കും. ആ ആ ഒരു സെക്കൻഡ് ചെയ്യാൻ വരട്ടെ ചേട്ടാ. ഒരു മിനിറ്റ് ചെയ്യാൻ വരട്ടെ. ഒരു മിനിറ്റ് ഞാനൊന്ന് വിളിച്ചോട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവിടെ ചെയ്യണേന് ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്. ഹലോ ആ സാർ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? വേണ്ടേ? ഓക്കെ ശരി ശരി വേണ്ടേ? തുടങ്ങിക്കോളൂ. ഞാനത് കുടിച്ചത്. പെട്രോളോ? അതെന്താ പെട്രോള്. പെട്രോൾ കുടി പിന്നെ വേണ്ടെന്ന് അങ്ങനെയല്ലേ, ഒരുപാട് ഡ്യൂറേഷൻ വേണ്ട, ചെറുതായിട്ട് ചെയ്താൽ മതി എന്ന് പറയാൻ പറഞ്ഞു. അതാണ് ഞാൻ വേണ്ട. ആണോ? ഓക്കെ. ഒരു സെക്കൻഡ് കോള് വരുന്നു. ഒരു സെക്കൻഡ് ചെയ്യല്ലേ. ഹലോ വേണ്ട. ആ ശരി ഞാൻ പറഞ്ഞു. തുടങ്ങാം നമുക്ക്. പാട്ട് ഇപ്പോഴും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പെട്രോൾ കുടിച്ച്. അയ്യോ ഇംഗ്ലീഷ് പാട്ട് വേണ്ട, മലയാളം മതി എന്ന് പറയായിരുന്നു. ഇംഗ്ലീഷ് ഇട്ടല്ലേ ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം വെറൈറ്റിക്ക് മലയാളം മതി എന്ന് പറഞ്ഞതാ. എന്തോ പോലെ ആണോ? അല്ലേ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഫൈനലാക്കണേ. ഒരു സെക്കൻഡ് ചെയ്യല്ലേ. ഇപ്പൊ പറയാം, ഇപ്പൊ കൺഫർമേഷൻ പറയാം. ഹലോ ആ വേണ്ടല്ലേ, ഫയർ ഡാൻസ് വേണ്ട. ആ ഇപ്പൊ ശരിക്കും വേണ്ട കേട്ടോ ചേട്ടാ. എന്തറിയോ, ഇവിടെ തീ പിടിക്കാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ശരിക്കും വേണ്ടാന്ന് പറഞ്ഞു. സോറി കേട്ടോ. നീളമുള്ള ഒരു തിരി കിട്ടൂ. എന്തിനാ? എന്റെ അണ്ണാക്കിലോട്ട് ഇറക്കാൻ, എന്നിട്ട് കൊളുത്തി അങ്ങ് കൊല്ലന്നെ.